നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വിലയും സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ്. ഒരു പവൻ്റെ മുകളിൽ 2080 രൂപ, അതേസമയം ഇന്ന് ഒരു ഗ്രാമിൻ്റെ മുകളിൽ 260 രൂപയാണ് കൂടിയിരിക്കുന്നത്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. വൻ വർധനവിലേക്കാണ് റബ്ബർ വില പോകുന്നത്. 200 കടക്കുമ്പോൾ എന്നാണ് കർഷകരുടെ മിക്ക ആൾക്കാരുടെയും പ്രതീക്ഷ. ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 198, RSS 5 കിലോ 193, ISNR 20 175, ലാറ്റക്സ് 60% DRC ഉള്ള 135 രൂപ 25 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 198, RSS 5 കിലോ 193. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 129, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 96 രൂപ 75 പൈസ. അകത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 190, RSS 5 കിലോ 186. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 200 രൂപ 82 പൈസ, RSS 5 കിലോ 200 രൂപ 38 പൈസ. കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,405, ഒരു പവൻ 1,15,240. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,715, ഒരു പവൻ 1,25,720. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,786, ഒരു പവൻ 94,288. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയെ UDF എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് അവലോകനത്തിലാണ് നിർദ്ദേശം നൽകിയത്. വിജയസാധ്യത മാത്രം മാനദണ്ഡം സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുക. ജോസ് കെ മാണിയും കൂട്ടരും LDF ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഏപ്രിൽ മധ്യത്തോടായിരിക്കും കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കണ്ടിട്ടറിയാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.